നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും PSC ടോക്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ PSC ടോക്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ, മെയിൻ പരീക്ഷ, അതുപോലെ തന്നെ 10th ലെവൽ മെയിൻ പരീക്ഷ, അതുപോലെ തന്നെ +2 ലെവൽ മെയിൻ പരീക്ഷ, അതുപോലെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ പരീക്ഷകളുടെയും മാറിയ സിലബസ് അനുസരിച്ചുള്ള കൃത്യമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടും. PSC പരീക്ഷ എഴുതി ജയിക്കണം എന്ന ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള A to Z കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എത്രയും വേഗം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ക്ലാസ്സുകൾ കണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക, വിജയത്തിലെത്തുക. അപ്പോൾ നമുക്ക് അധികം സംസാരിച്ച സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് കയറാം. ഹായ്, അപ്പോൾ ഇന്ന് നമുക്ക് 2021 ജനുവരി മാസത്തെ ഒരു 50 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാം. 2021 ജനുവരി മാസത്തെ 50 കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കിയാലോ. അടുത്തിടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർ ചിത്രം പൂർത്തിയായിരിക്കുന്നത് എവിടെ? ഏറ്റവും വലിയ ചുവർ ചിത്രം. നമുക്ക് വേറൊരു ചുവർ ചിത്രം കേട്ടിട്ടുണ്ട്, ഗജേന്ദ്രമോക്ഷം. അതല്ല, അതിനെയും മറികടന്നുകൊണ്ട് പുതിയൊരു ചുവർ ചിത്രം റെഡി ആയിട്ടുണ്ട്. അതാണ് വേറെ എവിടെയല്ല, തിരുവനന്തപുരത്തെ വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിലാണ് ഈ ചുവർ ചിത്രം റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തിടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർ ചിത്രം പൂർത്തിയായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെൻറ്ററിലാണ്. ഓർക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 2021 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആര്? 2021 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? 2021 ഹരിവരാസനം പുരസ്കാര ജേതാവ് MR വീരമണി രാജു ആണ്. ആരാണ്? MR വീരമണി രാജു. 2020 ആരായിരുന്നു? 2020 ഇളയരാജയാണ്. ഇളയരാജ. അപ്പോൾ 2021 ഹരിവരാസനം പുരസ്കാരം ജേതാവ് ആരെന്ന് വെച്ചാൽ തമിഴ്നാട്ടുകാരനാണ്, MR വീരമണി രാജു. പാട്ടുകാരനൊക്കെയാണ്. അടുത്ത, സംസ്ഥാനത്ത് പൂർണ്ണ സംസ്ഥാനത്തെ പൂർണ്ണ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. സംസ്ഥാനത്ത് പൂർണ്ണ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി അതാണ് കേരളം. ഏതാണ്? കേരളം. അത് ഓപ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടും. ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടും. കേരള. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം. 2020 BBC സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത്. 2020 കൊടുത്തത് 2021. അപ്പോൾ 2020 BBC സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയറിന് അവാർഡിന് അർഹനായത് ലൂയിസ് ഹാമിൽട്ടൺ ആണ്. ലൂയിസ് ഹാമിൽട്ടൺ അല്ലേ? അപ്പോൾ 2020 BBC സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡിന് അർഹനായത് ആരാണ്? ലൂയിസ് ഹാമിൽട്ടൺ ആണ്. ആരാണ്? ലൂയിസ് ഹാമിൽട്ടൺ. അടുത്ത, ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രൈവറില്ലാ മെട്രോ ആദ്യത്തെ മെട്രോ അല്ല, ആദ്യത്തെ ഡ്രൈവറില്ലാ മെട്രോ സർവീസ് നിലവിൽ വരുന്ന നഗരം ഏത്? ആദ്യത്തെ മെട്രോ നഗരം എന്നല്ല, ആദ്യത്തെ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടും. ആ മെട്രോ നഗരം ആരാണ്? എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയല്ല, ഡൽഹി. തലയിൽ തുടങ്ങി താഴോട്ട് വരട്ടെ അല്ലേ? നമ്മുടെ തലസ്ഥാനത്ത് തുടങ്ങി അല്ലേ താഴോട്ട്, അപ്പം ഡൽഹി. 2021 നടക്കുന്ന 33ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി. 33ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി 2021 കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ 33ാമത്തെ ഇതിൻ്റെ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അത് വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം തിരുവനന്തപുരമാണ്. 2021 നടക്കുന്ന 33ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് വേദിയാണ് തിരുവനന്തപുരം. ഇനി, ലോക യൂത്ത് ചെസ് അണ്ടർ 18 വിഭാഗത്തിൽ കിരീടം നേടിയ മലയാളിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഓർത്തു വച്ചിരിക്കണം. ലോക യൂത്ത് ചെസ് അണ്ടർ 18 വിഭാഗത്തിൽ കിരീടം നേടിയ മലയാളിയാണ്. അത് വേറെ ആരുമല്ല, നിഹാൽ സരിൻ. ആരാണ്? നിഹാൽ സരിൻ. അടുത്ത, ഇന്ത്യയുടെ 72ാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്ത്യയുടെ 72ാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി
സുരിനാം പ്രസിഡന്റായ ചന്ദ്രിക പ്രസാദ് സാന്തോവിയാണ്. അപ്പം സുരിനാം പ്രസിഡന്റായ ചന്ദ്രിക പ്രസാദ് സാന്തോവി ആണ് ഇന്ത്യയുടെ 72ാമത്തെ 2021 റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് 72ാമത്തേതായിരുന്നു. അതിന് ഗസ്റ്റായിട്ട് ഇവിടെ വന്നത് സുരിനാം പ്രസിഡന്റായ ചന്ദ്രിക പ്രസാദ് സാന്തോഖിയാണ്. ഓക്കെ, അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വരുന്നത് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിലവിൽ വന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്, കൊച്ചിയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലാണ്. അടുത്ത സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അന്താരാഷ്ട്ര പുരാരേഖ പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത്. ഓർത്തോണം, കേരളത്തിൽ അന്താരാഷ്ട്ര പുരാരേഖ പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ്. 2023 ഏഷ്യ കപ്പ് ഫുട്ബോളിൻ്റെ വേദി നമ്മുടെ അയൽ രാജ്യമായ ചൈനയാണ്. അപ്പം 2023 ഏഷ്യ കപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടെയാണ്? ചൈനയാണ്, ചൈന. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്തിടെ കേന്ദ്ര സർക്കാർ പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി തിരഞ്ഞെടുക്കപ്പെട്ട പദ്ധതി ഏത്? അടുത്തിടെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പൊതുജനാരോഗ്യ മേഖലയിലെ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലെ അക്ഷയ കേരളം പദ്ധതിയാണ്. ഓർത്തിരിക്കുക. അപ്പോൾ അടുത്തിടെ കേന്ദ്ര സർക്കാർ പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അക്ഷയ കേരളം പദ്ധതിയാണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോണം. ഇത് അക്ഷയ കേരളത്തിൻ്റെ ഒരു പദ്ധതി ആയതുകൊണ്ട്, കേന്ദ്ര സർക്കാർ സെലക്ട് ചെയ്തതായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്ത സംസ്ഥാനത്തെ ആദ്യ ഹരിത സബ് ജയിൽ അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്. അത് കണ്ണൂർ സബ് ജയിലാണ് സംസ്ഥാനത്തെ ആദ്യ ഹരിത സബ് ജയിലായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. അടുത്ത നോക്കാം. കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ദുർബല മേഖലയായി അടുത്തിടെ പ്രഖ്യാപിച്ച കേരളത്തിലെ നാഷണൽ പാർക്ക്. ഇപ്പോൾ കേരളത്തിലെ നാഷണൽ പാർക്കുകളിൽ ഒരെണ്ണത്തിനെ കേന്ദ്ര സർക്കാർ അടുത്തിടെ പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ മതികെട്ടാൻ ചോലയാണ്. 2003 മതികെട്ടാൻ ചോല നിലവിൽ വന്നത്. അപ്പം കേന്ദ്ര സർക്കാർ പരിസ്ഥിതി ദുർബല മേഖലയായി അടുത്തിടെ പ്രഖ്യാപിച്ച കേരളത്തിലെ നാഷണൽ പാർക്കാണ് മതികെട്ടാൻ ചോല. അടുത്തത് റേഡിയോ ഏഷ്യയുടെ 2020 ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വ്യക്തി. ഇതുപോലത്തുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ 2020 ഈ പറയുന്ന വ്യക്തി നേടിയിട്ടുണ്ട്. വളരെ പ്രഗത്ഭയായ ഒരു വ്യക്തിയാണ്, ടീച്ചറാണ്, പിന്നെ നമ്മുടെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി വിജയിച്ച വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ മന്ത്രിയല്ല. ആരായിരിക്കും? നമ്മുടെ KK ശൈലജ ടീച്ചർ. അപ്പോൾ റേഡിയോ ഏഷ്യയുടെ 2020 ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? KK ശൈലജ ടീച്ചർ. അടുത്ത സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മദ്രസകളും സംസ്കൃത വിദ്യാലയങ്ങളും അടച്ചുപൂട്ടാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനം. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പൈസ കൊണ്ട് പ്രവർത്തിക്കുന്ന മദ്രസകളും സംസ്കൃത വിദ്യാലയങ്ങളും അടച്ചുപൂട്ടാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനമാണ് ആസാം. അപ്പം സർക്കാർ മേഖലയിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച ഒരു സർക്കാരാണ് ഏത്? ആസാം സർക്കാർ. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ONV കൾച്ചറൽ അക്കാദമിയുടെ
സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്കാണ്. ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് വേറെ ആരുമല്ല, ഡോക്ടർ എം ലീലാവതിയാണ്. ലീലാവതി. അടുത്ത നോക്കാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് നമ്മുടെ സ്വന്തം കേരളത്തെയാണ്. കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി വിഭാഗമായ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസിൻ്റെ ഹൈ പ്രൊഫൈൽ സപ്പോർട്ടറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ഇംഗ്ലീഷ് വംശജയായ എഴുത്തുകാരി. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി വിഭാഗമായ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻസ് ഫോർ റെഫ്യൂജീസ് ഹൈ പ്രൊഫൈൽ സപ്പോർട്ടറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് അനിത നായർ. ആരാണ്? അനിത നായർ. ഒരു പക്ഷേ നമ്മൾ ആ പേര് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ പോലും അത് എഴുതത്തില്ല. കാരണം അത്രയ്ക്ക് പച്ച മലയാളീകരിച്ച ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് അങ്ങനെ ഓടി വരത്തില്ല. പക്ഷേ ഓർത്തോളുക, അനിത നായർ. അടുത്ത ചോദ്യം. കവയിത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ സുഗതകുമാരി നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച സ്ഥാപനം അല്ലെങ്കിൽ പ്രസ്ഥാനം ഒക്കെ. ഈ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തി ഇപ്പോൾ ഉണ്ട്. കാരണം സുഗതകുമാരി അടുത്തിടെ മരണപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തി കൂടുകയും, അപ്പം അവർ നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അഭയ. ഏതാണ്? അഭയ. അപ്പം കവയിത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ സുഗതകുമാരി നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ സ്ഥാപനമാണ് എന്ത്? അഭയ. അടുത്ത, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച യു എസിൻ്റെ പരമോന്നത സൈനിക ബഹുമതി. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച US പരമോന്നത സൈനിക ബഹുമതി, അമേരിക്കയുടെ പരമോന്നത സൈനിക ബഹുമതിയാണ് ലീജിയൻ ഓഫ് മെറിറ്റ്. നരേന്ദ്രമോദിക്ക് ഇതുപോലത്തുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക കൊടുത്ത അവാർഡാണിത്. അപ്പം പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത, മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രത്യേക കോടതിയുടെ പേര്. അപ്പം മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രത്യേക കോടതിയുടെ പേര്. അപ്പോൾ ഇവർക്കൊക്കെയാണ് ഒരു പരിചരണവും, നമ്മൾ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മെയിൻ്റനൻസ് ആവശ്യമുള്ളത്. കുറേ റിപ്പയർഡ് പണികളൊക്കെ ആയിപ്പോയ ആൾക്കാരായിരിക്കുമല്ലോ വയസ്സായവരൊക്കെ. അതുകൊണ്ട് തന്നെ അതേ പേരാണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ. അപ്പോൾ എന്താണ്? മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രത്യേക കോടതിയുടെ പേരാണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ. ഓർക്കാൻ എളുപ്പമാണ്. അടുത്തിടെ ശതാബ്ദി ആഘോഷിച്ച ഒരു സർവകലാശാലയുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയിൽ ഏതാണെന്ന് ചോദിച്ചാൽ വേറെ ഏതല്ല, വിശ്വഭാരതി സർവകലാശാലയാണ്. അടുത്തിടെ ശതാബ്ദി ആഘോഷിച്ച ഇന്ത്യയിലെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. അടുത്ത, സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത്. സംസ്ഥാന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് BS മാവോജി. ആരാണ്? BS മാവോജി. അടുത്ത ചോദ്യം. 2021 ഏത് വർഷമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ളത്? അപ്പോൾ ഇത് UN പ്രഖ്യാപിച്ചതല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഓർക്കണം, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എന്ന് പറഞ്ഞ ഒരു പുരോഹിതനാണ് അല്ലേ? പുരോഹിതൻ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതൊക്കെ. ഇപ്പോൾ തന്നെ കോവിഡും കൊറോണയും പല ദുരിതങ്ങളുമായിട്ട് നമ്മളെല്ലാം പരിക്കകത്ത് ഇങ്ങനെ അടച്ചു പൂട്ടിക്കെട്ടിയിരിക്കുകയാണ്.
അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാവരും വീട്ടിനകത്താണ്, കുടുംബത്തിനകത്താണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പ്രഖ്യാപനം നടത്തിയത് എന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. എന്തുവാ? കുടുംബ വർഷം. അപ്പോൾ 2021 എന്ത് വർഷമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്? കുടുംബ വർഷമായിട്ട്. ഏതാണ്? കുടുംബ വർഷം. കുടുംബ വർഷമായിട്ടാണ് 2021 ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. നല്ലൊരു ചോദ്യമാണിത്. കുടുംബശ്രീയുടെ ഗ്രാമീണ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി പ്രകാരം കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന പദ്ധതി, ഇപ്പോൾ കുടുംബശ്രീയുടെ ഗ്രാമീണ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി പ്രകാരം കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? അതാണ് ചോദ്യം. അതാണ് ഗ്രാമകം. ഗ്രാമകം. അപ്പോൾ എന്തുവാ? കുടുംബശ്രീയുടെ ഗ്രാമീണ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി പ്രകാരം കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമകം. ഓക്കെ. അടുത്തത്, നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അപ്പോൾ നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ജനുവരി 3 ഏത് നവോത്ഥാന നായകൻ്റെ 150-ാം ചരമവാർഷികമാണ് ആഘോഷിച്ചത്? അപ്പം 150-ാം ജന്മദിനമല്ല, 150-ാം ചരമവാർഷികം എന്നാണ് 2021 ജനുവരി 3. 2021 ജനുവരി 3 ഏത് നവോത്ഥാന നായകൻ്റെ 150-ാം ചരമവാർഷികമാണ് ആചരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ 150-ാം ചരമവാർഷികമായിരുന്നു എന്ന് 2021 ജാനുവരി 3. ഓക്കെ. അടുത്തത്, 2021 ജനുവരി 1 മുതൽ വധശിക്ഷ നിർത്തലാക്കിയ ഏഷ്യൻ രാജ്യം. 2021 ജനുവരി 1 മുതൽ വധശിക്ഷ നിർത്തലാക്കിയ ഏഷ്യൻ രാജ്യം. ഒരു വലിയ കാര്യമല്ലേ? കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയുണ്ട്, പക്ഷേ വധശിക്ഷ അങ്ങ് ഒഴിവാക്കി. അതേത് രാജ്യം എന്ന് വെച്ചാൽ നമ്മുടെ കസാഖിസ്ഥാനാണ്. ഏതാണ്? കസാഖിസ്ഥാൻ. അപ്പം ഓർത്തു വെക്കുക, 2021 ജനുവരി 1 മുതൽ അവിടെ ഇനി വധശിക്ഷയില്ല, അല്ലാത്ത ശിക്ഷകളൊക്കെ മാത്രമേ ഉള്ളൂ. അടുത്തത്, സംസ്ഥാന സർക്കാരിൻ്റെ കെ ഫോണിൻ്റെ ആദ്യ ഇൻ്റർനെറ്റ് ഇടനാഴി. എന്താ കെ ഫോൺ എന്ന് പറഞ്ഞാൽ? കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക്. ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും ഇൻ്റർനെറ്റ് സൗകര്യം ഫ്രീ ആയി എത്തിച്ചു കൊടുക്കുന്നതിനും കുറഞ്ഞ നിരക്കിൽ എത്തിച്ചു കൊടുക്കുന്നതിനൊക്കെ ആയിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെയും KSEB കൂടെ ചേർന്നുള്ള പദ്ധതിയാണ്. അതെന്താണ്? അതിൻ്റെ ആദ്യ ഇൻ്റർനെറ്റ് ഇടനാഴി ഏതാണെന്ന്? അതാണ് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കെ ഫോണിൻ്റെ ആദ്യ ഇൻ്റർനെറ്റ് ഇടനാഴി ഏതാണ്? തിരുവനന്തപുരം പാലക്കാട്. അടുത്ത ചോദ്യം നോക്കാം. സ്വീഡിഷ് തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച പരിസ്ഥിതി പ്രവർത്തക. ഈ പരിസ്ഥിതി പ്രവർത്തക എന്ന് പറയുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ എന്നല്ലല്ലോ, പരിസ്ഥിതി പ്രവർത്തക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആൻസർ എത്തിക്കാണും അല്ലേ? സ്വീഡിഷ് ആ വാക്കും കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. ആരായിരിക്കും? ഗ്രെറ്റ തുൻബർഗ്. അപ്പോൾ സ്വീഡിഷ് തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച പരിസ്ഥിതി പ്രവർത്തക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉത്തരം ഓടി എത്തണം. ആരാണ്? ഗ്രെറ്റ തുൻബർഗ്. 2021 കേരള സർക്കാരിൻ്റെ കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെ? കളരിപ്പയറ്റ് അക്കാദമി. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്ന സ്ഥലത്താണെങ്കിൽ ഈ ഇങ്ങനെ ഒരു കളരിപ്പയറ്റ് അക്കാദമിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനൊരു സ്ഥലം തിരുവനന്തപുരത്തുണ്ട്, നമ്മുടെ കോവളം. അപ്പോൾ കോവളത്തിനടുത്തുള്ള വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിലാണ് തുടങ്ങിയിരിക്കുന്നത്? കളരിപ്പയറ്റ് അക്കാദമി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആരും ഒരു മനുഷ്യനും ചെല്ലാത്ത വല്ല ഓണംകേറ മൂലയിൽ നോക്കുന്നെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് പരാജയപ്പെട്ടു പോകത്തില്ലേ? അപ്പോൾ അവർ തുടങ്ങിയിരിക്കുന്നത് എവിടെയാണ്?
വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ് കോവളം. വെള്ളാർ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓർക്കാം. പിന്നെ കോവളത്ത് ഒരുപാട് വെള്ളക്കാർ വരുന്നത്, വെളുത്ത ആൾക്കാർ വെള്ളക്കാർ വരുന്ന സ്ഥലം ആണ് വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ്, തിരുവനന്തപുരം. 2021 കേരള സർക്കാരിൻ്റെ കളരിപ്പയറ്റ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് ഒരുപാട് വെള്ളക്കാർ വരുന്ന സ്ഥലത്ത്. എവിടെ അത്? കോവളത്ത് വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ്. ഓക്കെ. അടുത്ത KSRTC പുതിയതായി ആരംഭിക്കുന്ന കമ്പനിയുടെ പേരെന്ത്? KSRTC പുതിയതായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വേഗത കൂടിയ ബസ്സുകളുടെ എല്ലാം കൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അതിൻ്റെ പുതിയ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് KSRTC പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ആ കമ്പനിയുടെ പേരാണ് K-Swift എന്ന് പറയും. KSRTC സ്റ്റാർട്ട് ചെയ്ത പുതിയ കമ്പനിയുടെ പേരാണ് K-Swift. അപ്പം KSRTC സ്റ്റാർട്ട് ചെയ്ത പുതിയ കമ്പനിയുടെ പേര് K-Swift. അടുത്ത ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പുതിയ CEO ആയി നിയമിതനായത്. ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പുതിയ CEO ആയിട്ട് നിയമിതനായത് ആരാണെന്നാണ് ചോദ്യം. സുനീത് ശർമ്മ. ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പുതിയ CEO ആരാണ്? സുനീത് ശർമ്മ. അടുത്തത് 2021 2020 ലോകകപ്പിൻ്റെ വേദി, ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി 2021 2020 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ തന്നെയാണ്. പക്ഷേ 2022 ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ 2021 2020 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി എവിടെയാണെന്ന് വെച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യ ആയതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കണം. 2021 ഇന്ത്യ. ഓക്കെ. അടുത്ത 2020 കേരള സാംസ്കാരിക വകുപ്പിൻ്റെ മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരം നേടിയതാര്? 2020 കേരള സാംസ്കാരിക വകുപ്പിൻ്റെ മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരം നേടിയിരിക്കുന്നത് ഡോക്ടർ അശോക് ഡിക്രൂസ് ആണ്. 2020 കേരള സാംസ്കാരിക വകുപ്പിൻ്റെ മാതൃഭാഷാ പ്രതിഭാ പുരസ്കാരം നേടിയത് ഡോക്ടർ അശോക് ഡിക്രൂസ്. ആരാണ്? ഡോക്ടർ അശോക് ഡിക്രൂസ്. അടുത്ത ചോദ്യം നോക്കാം. ആണവ അക്രമം തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ ആണവ വിവരങ്ങൾ പരസ്പരം കൈമാറിയ രാജ്യം. അപ്പോൾ ഇന്ത്യ ഏതോ ഒരു രാജ്യമായിട്ട് പരസ്പരം ആണവ വിവരങ്ങൾ കൈമാറി. ഇന്ത്യ ആ രാജ്യത്തിന് കൈമാറി, ആ രാജ്യത്തിൻ്റെ ആണവ വിവരങ്ങൾ ഇന്ത്യക്കും കൈമാറി. എന്തിനാ? തുടർന്ന് വരുന്ന അക്രമം തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആലോചിച്ചാൽ മതി, ഇന്ത്യയെ അങ്ങനെ ആക്രമിക്കുന്നത് ആരായിരിക്കും? സ്ഥിരമായി ഇന്ത്യയെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? നമ്മുടെ അടുത്തുള്ള പാകിസ്ഥാൻ. അപ്പോൾ അതാണ് എൻ്റെ ഉത്തരം. അപ്പം ആണവ അക്രമം തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ ആണവ വിവരങ്ങൾ പരസ്പരം കൈമാറിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പാകിസ്ഥാൻ. ഓർമ്മ വേണം. അത് നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇന്ത്യയെ ആക്രമിക്കുന്നത് വേറെ ആരുമില്ല, പാകിസ്ഥാൻ. ദേശീയതയുടെ ഉത്കണ്ഠ. എന്താണ് ദേശീയത? ദേശീയതയുടെ ഉത്കണ്ഠ എന്താണ് ദേശീയത? അവസാനം ഒരു ചോദ്യം. ഇമാതിരിയുള്ള ബുക്കുകളൊക്കെ എഴുതുന്നത് സാധാരണ ആരാണ്? വൈ ഐ ആം ആൻ എത്തീസ്റ്റ്, വൈ ഐ ആം എ ഹിന്ദു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ആരാണ്? അപ്പോൾ ഇതുപോലത്തെയൊക്കെ ഉള്ള പേരുകളിലൊക്കെ കാണുവാണെങ്കിൽ അപ്പോഴേ നമുക്ക് ഓർമ്മ വരണം ആരാ? ശശി തരൂർ. അപ്പോൾ എന്തുവാ പുസ്തകത്തിൻ്റെ പേരെന്തുവാ? ദേശീയതയുടെ ഉത്കണ്ഠ. എന്താണ് ദേശീയത? ഈ പേരിലൊരു പുസ്തകം എഴുതിയിരിക്കുന്ന ആരാണ്? ശശി തരൂർ. അടുത്ത പട്ടികവർഗ വിഭാഗക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. അതാണ് ഹരിതരശ്മി. പട്ടികവർഗ വിഭാഗക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏത്? ഹരിതരശ്മി. കേരളത്തിൻ്റെ പദ്ധതിയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ ഓർത്തിരിക്കണം. അടുത്ത തെരുവ് വിളക്കുകൾ LED സാധാ ബൾബുകളൊക്കെ മാറ്റി LED ബൾബുകളാക്കി മാറ്റാനായിട്ട് വൈദ്യുതി ബോർഡ് ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതാണ് നിലാവ്. എന്താണ്? നിലാവ്. തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുന്നതിന് ബന്ധപ്പെട്ട് വൈദ്യുതി ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് ഇത് നിലാവ്. അടുത്ത
തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക്, വയസ്സായ തൊഴിൽ രഹിതരായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി. തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്കായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. അവർക്ക് പുതിയൊരു ജീവൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു പദ്ധതി അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അതേതാണ്? നവജീവൻ. തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. നവജീവൻ. അടുത്ത, കേരളത്തിലെ ആദ്യ റോഡ് തുരങ്ക നിർമ്മാണ പദ്ധതി. കേരളത്തിലെ ആദ്യ റോഡ് തുരങ്ക നിർമ്മാണം തൃശ്ശൂർ പാലക്കാട് റൂട്ടിലാണ് ആ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് കുതിരാൻ തുരങ്കം. തൃശ്ശൂർ കുതിരാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ തുരങ്കം. അത് നാഷണൽ ഹൈവേ NH 544. ഇതിനകത്താണ് പാലക്കാട് ചുരമൊക്കെ വരുന്നത്, ഇതിനകത്താണ്. അപ്പോൾ ഈ റോഡിലാണ് എന്ത്, കേരളത്തിലെ ആദ്യത്തെ റോഡ് തുരങ്ക നിർമ്മാണ പദ്ധതി വന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, കുതിരാൻ, തൃശ്ശൂർ. മലബാറിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ്. മലബാറിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ പറശ്ശിനിക്കടവിലാണ്. അപ്പം മലബാറിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് വേറെ കേരളത്തിലെ ആദ്യത്തെ എവിടെയാണെന്ന് വെച്ചാൽ എവിടെ പറയണം? നമ്മുടെ ആലപ്പുഴയിൽ. അപ്പം ഇത് കേരളത്തിലെ മൊത്തത്തിലല്ല പറഞ്ഞേക്കുന്നത്. മലബാറിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് ആരംഭിച്ച എവിടെ എന്നാണ് ചോദ്യം. പറശ്ശിനിക്കടവ്, കണ്ണൂർ. എവിടെയാണ്? പറശ്ശിനിക്കടവ്, കണ്ണൂർ. അടുത്ത, ക്യാൻസർ കോശങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നത് തടയുന്നതിനുള്ള എൻസൈം കണ്ടെത്തിയതിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച ഒരു സർവകലാശാലയുണ്ട് നമ്മുടെ കേരളത്തിൽ അടുത്തിടെ. അതായത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക സ്ഥലത്തുള്ള കോശങ്ങൾ അമിതമായിട്ട് പെറ്റുപെരുകി അവിടെ അങ്ങ് ഇതാവുന്നത്, ഒരു അസുഖമായിട്ട് മാറുന്നത്, അതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ആ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നത് തടയുന്നതിനുള്ള എൻസൈം കണ്ടെത്തിയതിനാണ് ഈ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അത് കണ്ണൂർ സർവകലാശാലയാണ്. ഏതാണ്? കണ്ണൂർ സർവകലാശാല. ഓർത്തിരിക്കുക, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആവാം. ക്യാൻസർ കോശങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നത് തടയുന്നതിനുള്ള എൻസൈം കണ്ടെത്തിയതിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച സർവകലാശാലയാണ് ഇത്, കണ്ണൂർ സർവകലാശാല. കേരളത്തിൽ വാഗ്ഭടാനന്ദ പാർക്ക്. കേരളത്തിൽ വാഗ്ഭടാനന്ദ പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം കോഴിക്കോട് വടകരയാണ്. എവിടെയാണ്? കോഴിക്കോട് വടകര. ഈ വടകരയുടെ പ്രത്യേകത എന്തുവാ? ലോകനാർക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രവും നമ്മുടെ ഉണ്ണിയാർച്ച ജനിച്ചു വളർന്ന സ്ഥലവും ഒക്കെ എവിടെയാണ്? വടകരയാണ്. അപ്പോൾ കേരളത്തിൽ വാഗ്ഭടാനന്ദ പാർക്ക് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് വടകര. മന്ത്ര ജപ ഉപകരണങ്ങൾക്ക്, ജപ് അല്ല ജപ, ജപ 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 ജപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്ര ജപ ഉപകരണങ്ങൾക്ക് പരസ്യങ്ങൾ കുറ്റകരമാക്കി വിധി പുറപ്പെടുവിച്ച കോടതി. ഇപ്പം നമ്മളിപ്പോൾ TV ഒക്കെ തുറക്കുമ്പോൾ നമുക്ക് കേൾക്കാമല്ലോ, ഈ ഏലസ് നിങ്ങൾ വാങ്ങി ധരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 6 മാസത്തിനകം നിങ്ങളുടെ വീട്ടിൽ ഒരു കെട്ട് സ്വർണം കുഴിച്ചെടുക്കപ്പെടും എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം കളിയാടും, നിങ്ങളുടെ വീട്ടിൽ ദൈവം വന്ന് താമസിക്കും എന്നൊക്കെ പറയുന്നതുകൊണ്ട് പരസ്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഓർഡർ ബുക്ക് ചെയ്യുന്നതിനായി ഇപ്പോൾ തന്നെ 999 ഇന്ന അക്കൗണ്ടിലേക്കു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യങ്ങളൊക്കെ നമുക്ക് TV കാണാമല്ലോ. അത്ഭുത മാന്ത്രിക സിദ്ധിയുള്ള തകിടാണ് ഏലസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മാതിരി പരസ്യങ്ങൾക്കെല്ലാം കുറ്റകരമായി വിധി പുറപ്പെടുവിച്ച കോടതിയാണ് ബോംബെ ഹൈക്കോടതി, അല്ലേ? അപ്പം ശരിയായിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു കാര്യം. മന്ത്രജപ ഉപകരണങ്ങൾക്ക് പരസ്യം നടത്തുന്നത് കുറ്റകരമാക്കി വിധി പുറപ്പെടുവിച്ച കോടതിയാണ് ബോംബെ ഹൈക്കോടതി. അടുത്തത്, പാകിസ്ഥാനിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സഹായം ലഭ്യമാക്കുന്നതിനായി മലാല സ്കോളർഷിപ്പ് ആക്ട് പാസ്സാക്കിയ രാജ്യം. പാകിസ്ഥാൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സഹായം ലഭ്യമാക്കുന്നതിനായി മലാല സ്കോളർഷിപ്പ് ആക്ട് പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഒരിക്കലും വിശ്വസിക്കാത്തൊരു രാജ്യം, അമേരിക്ക വന്നിട്ട് പാകിസ്ഥാനിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള മലാല സ്കോളർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് ഒരിക്കലും ചേരാത്തത് കൂട്ടിച്ചേർത്ത് വെക്കാം. എന്താ? അമേരിക്ക എന്ന് ഓർത്ത് അങ്ങനെ വെക്കാം. കേരള സാമൂഹ്യ സന്നദ്ധ സേന ബ്രാൻഡ് അംബാസഡർ. ഈ
പ്രളയവും അതുപോലത്തുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പം കേരളത്തിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സേനയുണ്ടല്ലോ നമ്മുടെ കേരളത്തിന്. ആ സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നമ്മുടെ ടോവിനോ തോമസ്. അപ്പം കേരള സാമൂഹ്യ സന്നദ്ധ സേന ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ടോവിനോ തോമസ്. ടോവിനോ തോമസ്. അടുത്ത കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലയുടെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. അപ്പോൾ ഇതെല്ലാം എന്തിനാണെന്ന് ആലോചിച്ച് നോക്കിയാൽ, കൃഷി, നമുക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കാൻ. മത്സ്യബന്ധനം, അതും അതിന് തന്നെ, നമുക്ക് സുഭിക്ഷമായിട്ട് കഴിച്ചിരിക്കാൻ. മൃഗസംരക്ഷണം, മൃഗങ്ങളെ നമ്മൾ എന്തിനാണ് സംരക്ഷിക്കുന്നത്? പുണ്യം കിട്ടാനാണോ? അല്ല, അതും നമുക്ക് സുഭിക്ഷമായിട്ട് കഴിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്നീ മേഖലകളുടെ പുനരുജ്ജീവനത്തിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിക്ക് എന്തുമായിരിക്കും? സുഭിക്ഷ കേരളം. കണ്ടോ, നമുക്ക് സുഭിക്ഷമായിട്ട് ജീവിക്കാൻ വേണം. എന്തൊക്കെ വേണം? കൃഷി വേണം, മത്സ്യബന്ധനം വേണം, മൃഗസംരക്ഷണം വേണം, എല്ലാം വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട്, അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന്, അതിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഇതിനേക്കാളും നല്ല പേരിട്ട് വിളിക്കാൻ പറ്റത്തില്ലല്ലോ, സുഭിക്ഷ കേരളം. അപ്പോൾ നമ്മൾ ഏകദേശം 50 ചോദ്യം കഴിഞ്ഞു. ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 2-3 ആവർത്തി നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, ഉറപ്പ്. അപ്പം ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. PSC ടോക്സ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി അടുത്ത ഡിഗ്രി ലെവൽ, പ്രിലിമിനറിയും ഒക്കെ വരുന്നുണ്ട്. വരുന്ന എല്ലാ PSC പരീക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള നോട്ടുകളും ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പം തൽക്കാലത്തേക്കിന് ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. PSC ടോക്സ് ഉദ്യോഗാർത്ഥികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. കേരളത്തിലെ നമ്പർ 1 ആപ്ലിക്കേഷനായ PSC ടോക്സ് ഇതാ പരീക്ഷയും കോവിഡ് സാഹചര്യവും കണക്കിലെടുത്ത് കേരളത്തിലെ മുഴുവൻ PSC ഉദ്യോഗാർത്ഥികൾക്കും ഫ്രീ ലൈവ് ക്ലാസുകൾ നൽകുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൃത്യമായി പഠിക്കുക. ഒരു സർക്കാർ ജോലി ലഭിക്കുവാൻ വേണ്ട റാങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർക്കാർ ജോലിക്ക് ഇതാണ് പുതിയ ലോജിക്. PSC ടോക്സ്.